ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. പൗലോസ് തൻ്റെ ജീവിത അനുഭവം, യേശുവിനെ അനുഭവിച്ച കണ്ടുമുട്ടിയ അനുഭവത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 26-ാം അധ്യായത്തിൽ 12, 13, 14 വചനങ്ങൾ പറയുന്നുണ്ട്. സൗൽ യേശുവിനെ കണ്ടുമുട്ടിയത് ഇവിടെ പറയുകയാണ്. അതൊന്ന് കേട്ടുകൊള്ളുക. അങ്ങനെ പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അധികാരവും കൽപ്പനയും വാങ്ങി ഞാൻ ഡമാസ്കസിലേക്ക് പുറപ്പെട്ടു. ക്രൈസ്തവരെ പീഡിപ്പിക്കുവാൻ അധികാരം വാങ്ങി, കൽപ്പന വാങ്ങി പുരോഹിത പ്രമുഖന്മാരുന്നു. എന്നിട്ട് ഡമാസ്കസിലേക്ക് പോകുക. സാവൂളിന്റെ കൂടെ വേറെ കുറച്ച് പേരുണ്ട്. അവരിങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുകയാണ്. ഡമാസ്കസിലേക്ക് പോകുന്ന വഴി സ്വർഗത്തിൽ നിന്ന് ഒരു മിന്നൽ ഒളി ഉണ്ടായി. സാവൂളും അനുചരന്മാരും നിലംപതിച്ചു. സാവൂളിന്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. സാവൂൾ ഒരു സ്വരം കേൾക്കുകയാണ്, യേശുവിന്റെ സ്വരം. സാവൂൾ, സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? സാവൂൾ ചോദിക്കുന്നു, അങ്ങ് ആരാണ്? നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. പൗലോസ് നേരിട്ടല്ലേ, സാവൂള് നേരിട്ട് യേശുവിനെ പീഡിപ്പിച്ചിട്ടില്ല. അവർ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. യേശു പറയുന്നത് എന്താ? നീ പീഡിപ്പിക്കുന്ന യേശുവാ ഞാൻ. യേശുവിൻ്റെ സഭയില് ഉള്ള ഏതൊരു വ്യക്തിയുമായിക്കൊള്ളട്ടെ, മാമോദീസായിലൂടെ നമ്മളൊക്കെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഈ സഭയിലുള്ള ഏതൊരു വ്യക്തി പീഡിപ്പിക്കപ്പെട്ടാലും യേശുവാണ് പീഡിപ്പിക്കപ്പെടുന്നത്. കത്തോലിക്ക സഭയിൽ ഏതൊരു വ്യക്തി അപമാനമേറ്റാലും പീഡിപ്പിക്കപ്പെട്ടാലും യേശുവാണ് പീഡിപ്പിക്കപ്പെടുന്നത്. സൗൽ, സൗൽ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? സൗൽ ചോദിക്കുന്നു, അങ്ങ് ആരാണ്? നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. എന്നിട്ട് യേശു ഒരു വചനം പറയുന്നുണ്ട്, ഇരുമ്പാണിമേൽ തൊഴിക്കരുത്. ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഒരു മുന്നറിയിപ്പാണ് സാവൂളിന് കൊടുത്തത്. ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഓരോ ക്രിസ്ത്യാനിയും ഇത് കുറിച്ചു വച്ചോണം. ഇരുമ്പാണിക്കിട്ട് തൊഴിച്ചാൽ സെപ്റ്റിക്കാവും. ഇരുമ്പാണിക്കിട്ട് തൊഴിച്ചാൽ സെപ്റ്റിക്കാകും, TT എടുക്കേണ്ടി വരും. യേശു പറഞ്ഞെന്താ? ഇരുമ്പാണിക്കിട്ട് തൊഴിക്കരുത്, ഇത് അപകടമാണ്. കർത്താവിന്റെ സഭയ്ക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അർത്ഥോ ഇരുമ്പാണിക്കിട്ടാണ് തൊഴിച്ചിരിക്കുന്നത്, സെപ്റ്റിക്കാകും. ഒരു തർക്കവുമില്ല. കഴിഞ്ഞ വർഷം ഞാനും അബ്രഹാം കടിക്കുഴിയച്ഛനും, എൻ്റെ മിനിസ്റ്റർ കിങ് ജീസസ് മിനിസ്റ്ററുടെ ആത്മീയ പിതാവാണ്, അച്ഛനും ഞാനും കൂടെ കുവൈറ്റിൽ ഒരു കൺവെൻഷൻ നടത്തുകയാണ്. അവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ പകൽ സമയം ആളുകൾക്കൊക്കെ പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പം ആളുകൾക്കാണ്. അപ്പോൾ ഒരു സഹോദരി 2 കുഞ്ഞുങ്ങളെയുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. അവൾ വന്നിട്ട് പറഞ്ഞ അവളുടെ അനുഭവം. അവളുടെ നാട് പാലക്കാടാണ്. പാലക്കാട് രൂപതയിൽപ്പെട്ടൊരു കുടുംബമാണ്. ഇവളുടെ ചെറുപ്രായത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇവളുടെ പിതാവ് പള്ളിയിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു. എന്തോ വികാരിച്ചനുമായിട്ട് പറഞ്ഞു വെച്ചെങ്കിൽ ഉടക്കായി. അങ്ങനെ വികാരിച്ചനെതിരായിട്ട് ഇദ്ദേഹം കൊണ്ട് കേസ് കൊടുത്തു. അവൾ പറയുക, എൻ്റെ അമ്മ അപ്പച്ചൻ്റെ കാല് പിടിച്ചു പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകരുത്. പക്ഷെ എൻ്റെ അപ്പൻ സമ്മതിച്ചല്ല, കേസ് കൊടുത്തു. അച്ഛന് കോടതിയിൽ കയറേണ്ട വന്നു. അവൾ പറയുകയാണ്, ഒരു ദിവസം അച്ഛന് കോടതിയിലൊക്കെ പോയിട്ട്
വന്ന് വലിയ വിഷമത്തോടെ വന്നിട്ട് അവരുടെ ഇടവക ദേവാലയത്തിൻ്റെ മുന്നിൽ നിന്ന് കൈകൊണ്ട് ഒരു പിടി മണ്ണ് കയ്യിലേക്ക് വാരിയെടുത്തു. ഇവിടെ മണ്ണിങ്ങനെ തിരുമ്മി അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു, ഇതുപോലെ അവൻ്റെ കുടുംബം തീർന്നു പോകുന്നു. അച്ഛന് വലിയ വേദനയായി. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്. അവൾ പറയുകയാണ്, ബ്രദറെ, എൻ്റെ കുടുംബം മുഴുവൻ തകർന്നു. അപ്പൻ്റെ മദ്യപാനവും, കേസ്, തോന്നിവാസ ജീവിതം, അപകടങ്ങൾ, തകർച്ചകൾ ഒന്നൊന്നായിട്ട് വന്നു. 35 ഏക്കർ സ്ഥലവും വിറ്റു. അവസാനം എല്ലാവരും വാടക വീട്ടിലായി. ആരുടെയൊക്കെ സഹായം കൊണ്ട് ഇവിടെ നേഴ്സിംഗ് പഠിച്ചു, കുവൈറ്റിൽ എത്തിച്ചേർന്നു. ആങ്ങളമാരെ കൂലിപ്പണിയായിട്ട് ജീവിക്കുന്നു. കല്യാണമൊക്കെ കഴിച്ചു, വാടക വീട്ടിൽ താമസിക്കുന്നു. അവൾ പറയുക, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു 5 സെൻറ്റ് സ്ഥലം മേടിച്ച് അപ്പനും അമ്മയും ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുക. ഒരു കൊച്ചു വീടും 5 സെൻറ്റ് സ്ഥലമായിട്ട് അപ്പനും അമ്മയും അവിടെയാണ് താമസിക്കുന്നത്. എങ്ങനെയുണ്ട്? കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ, കർത്താവിൻ്റെ സഭയ്ക്കെതിരെ പോരാടിയ ഒരു സഹോദരന്, കർത്താവിൻ്റെ അഭിഷിക്തനെ കോടതി കയറ്റിയ ഒരു സഹോദരന്റെ ജീവിത അനുഭവം ഇത്. തീർന്നു. ഇപ്പോൾ ഞാൻ ധ്യാനം നടത്തുന്ന തൃശ്ശൂരുള്ള ഒരു സ്ഥലം, ഒരു ഇടവക. ആ ഇടവകയിലും ഇതുപോലെ തന്നെ ഒരു സംഭവം. ഒരു കുടുംബം കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ പ്രവർത്തിച്ചതാണ്. ആ കുടുംബം അസ്തമിച്ചു പോയി. ആ കുടുംബത്തിൽ മന്ദബുദ്ധികളായ കുട്ടികൾ, പ്രശ്നങ്ങൾ, മൊത്തം തകർന്നു പോയി. ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നത്, കർത്താവിൻ്റെ അഭിഷിക്തനെ കർത്താവ് താങ്ങും. ഇരുമ്പാണിമേൽ വിശ്വാസികളെ നിങ്ങൾ തൊഴിക്കരുത്, സെപ്റ്റിക്കാകും, TT എടുക്കേണ്ടി വരും. ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് സഭയെ വിമർശിക്കുന്നവർ, കർത്താവിൻ്റെ അഭിഷിക്തർക്കെതിരെ തിരിഞ്ഞവരൊക്കെ അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വിശ്വാസികളെയൊക്കെ അറിയാമെങ്കിൽ അവരോട് മുഖം നോക്കി കാര്യം പറഞ്ഞേര്. ഇരുമ്പാണിക്കിട്ടാ തൊടിക്കുന്നത് ചേട്ടാ, സൂക്ഷിച്ചോളാൻ പറഞ്ഞേര്. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, ബാക്കി കർത്താവ് കൈകാര്യം ചെയ്തോളൂ. സങ്കീർത്തനം 20:6, കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കും. കർത്താവ് തൻ്റെ അഭിഷിക്തനെ താങ്ങും. കർത്താവ് തൻ്റെ അഭിഷിക്തനെ താങ്ങും. കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കും. ഹല്ലേലൂയ. അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമരുളും. വലത്തു കൈകൊണ്ട് അവന് മഹത്തായ വിജയം നൽകും. കർത്താവ് തൻ്റെ അഭിഷിക്തനെ താങ്ങും. കർത്താവിൻ്റെ അഭിഷിക്തനെ കർത്താവ് താങ്ങി നിർത്തും. വീണാൽ എഴുന്നേൽപ്പിക്കാൻ കർത്താവിനറിയാം. അവിടുത്തെ വലത്തു കൈകൊണ്ട് കർത്താവ് അവനെ താങ്ങി നിർത്തുവെന്ന വചനം പറഞ്ഞിരിക്കുന്നത്. ദൈവജനമേ, വിശ്വാസ സമൂഹമേ, നമ്മൾ തിരിച്ചറിയണം. ഇരുമ്പാണിമേൽ തൊഴിക്കുന്നവര് തൊഴി നിർത്തുന്നല്ല. അതുകൊണ്ട് സഭയ്ക്കെതിരെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് ആരുമാവട്ടെ, ഏത് ചാനലുകാരുമാവട്ടെ, ഏത് സാത്താൻ സേവക്കാരോ, പിശാച് ആരാധനക്കാരോ, ബ്ലാക്ക് മാസുകാരോ, മറ്റു പ്രസ്ഥാനങ്ങളോ ആരുമാവട്ടെ, തകർച്ചകൾ കടന്നു വരും, ഉറപ്പാണ്. കാരണം കർത്താവിൻ്റെ സഭ കർത്താവായ യേശുവിൻ്റെ സ്വന്തം ശരീരമാണ്. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായത്തിൻ്റെ 28-29, നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കും. ഒരു മുന്നറിയിപ്പാ. നിങ്ങളെയും അജഗണം മുഴുവനെ, നമ്മൾ ദൈവത്തിൻ്റെ അജഗണമാണ്, സഭയുടെ മക്കളാണ്. അജഗണം മുഴുവനെയും പറ്റി ജാഗരൂകരായിരിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. ഓരോ വൈദികനും, ഓരോ മെത്രാനും, കർദിനാളും, ഫ്രാൻസിസ് മാർപ്പാപ്പ ഉൾപ്പെടെ, പരിശുദ്ധ പിതാവ് ഉൾപ്പെടെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് നിയോഗിച്ചാക്കിയിരിക്കുന്ന അജപാലകര. അജഗണത്തെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്ന, ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് നിയോഗിച്ചാക്കിയിരിക്കുന്ന അജപാലകരാണ് അവർ. എന്നിട്ട് പൗലോസ് തുടരുകയാണ്, എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങൾക്ക് മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ ഇടുകയില്ലെന്നും എനിക്ക് അറിയാം. എൻ്റെ വേർപാടിന് ശേഷം
ക്രൂരരായ ചെന്നായ്ക്കൾ വരും, അജഗണത്തെ വെറുതെ വിടത്തില്ല. അജഗണത്തെ പിച്ചി ചിന്തുവാൻ ചെന്നായ്ക്കൾ ഇറങ്ങിയിട്ടുണ്ട്, സഭാവിരുദ്ധർ ഇറങ്ങിയിട്ടുണ്ട്. സഭയിൽ നിൽക്കുന്നവർ തന്നെ സഭയെ ഒറ്റിക്കൊടുക്കുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അജഗണത്തെ പിച്ചി ചിന്തുന്ന ചെന്നായ്ക്കൾ ഈ കാലഘട്ടത്തിലുണ്ടെന്ന് ദൈവത്തിൻ്റെ സ്വന്തം ജനം തിരിച്ചറിയണം. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ യൂദാസുമാർ ഇപ്പോൾ ഒത്തിരിയുണ്ട്. നമ്മളത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങൾ സഭയോട് എപ്പോഴും ചേർന്ന് നിൽക്കുക. 1 സാമുവേൽ 26-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. സാമുവേലിന്റെ പുസ്തകത്തിലെ നിങ്ങൾക്കൊരു പക്ഷേ സാവൂളിന്റെ ചരിത്രവും ദാവീദിന്റെ ചരിത്രവും ഒക്കെ കുറച്ചൊക്കെ അറിയാവുന്നവരാ. എങ്കിലും ഞാൻ ഈ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം ഒരു രാജാവിന് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ദൈവം പുരോഹിതനെ വിളിച്ചിട്ട് പറഞ്ഞു, സാവൂളിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാം. അങ്ങനെ സാവൂൾ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. സാവൂളിന്റെ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് അഭിഷേകം ചോർന്നു പോകാൻ തുടങ്ങി. സാവൂളിനെ ദുരാത്മാവ് ബാധിക്കുമ്പോൾ ദാവീദ് എന്ന ആട്ടിടെ ബാലൻ കിന്നരം വായിച്ച് പാട്ടുപാടുമ്പോൾ ഇതാ സാവൂളിൽ നിന്ന് ദുരാത്മാവ്, തിന്മയുടെ ആത്മാവ് വിട്ടുപോകും. സാവൂളിന്റെ മേൽ ദുരാത്മാവ് ബാധിച്ചപ്പോൾ ദാവീദ് കിന്നരം വായിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. സാവൂളിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോയി. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടു എന്നുള്ള ആ വാർത്ത അറിഞ്ഞപ്പോൾ ഇതാ സാവൂളിന്റെ മനസ്സിൽ അസൂയായി. കൊട്ടാരത്തിൽ വെച്ച് കുന്തമെറിഞ്ഞ് ദാവീദിനെ കൊല്ലുവാനായിട്ട് സാവൂള് ശ്രമിക്കുന്നുണ്ട്. പല വിധത്തില് ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചു, നടന്നില്ല. ഇനി നമ്മൾ 26-ാം അധ്യായത്തിലേക്ക് വരികയാണ്. സാവൂള് 3000 പടയാളികളെ കൂട്ടി ദാവീദിനെ അന്വേഷിച്ചു പോകുക. ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. സാവൂളിന്റെ മകൻ ജോനാഥൻ ദാവീദിനെ വിവരമറിയിച്ചിരുന്നു. ദാവീദും ജോനാഥനുമായിട്ട് വലിയ സ്നേഹമായിരുന്നു. ദാവീദ് ജഷീമോന്റെ കിഴക്കുള്ള ഹക്കീല കുന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. കരുത്തരായ 3000 ഇസ്രായേൽക്കാരടുത്ത് ദാവീദിനെ തിരക്കി സാവൂൾ സിഫ് മരുഭൂമിയിലേക്ക് പോയി. ജഷീമോന്റെ കിഴക്കുള്ള വഴിക്ക് സമീപം ഹക്കീല കുന്നിൽ സാവൂൾ പാളയമടിച്ചു. ഹക്കീല കുന്നില് സാവൂള് 3000 പട്ടാളക്കാരുമായിട്ട് കൂടാരമൊക്കെ കെട്ടി പാളയമടിച്ചു. ഹക്കീല കുന്നിൽ എവിടെയോ ഒളിവിലാണ് ദാവീദ്. തുടർന്ന് പറയുന്നു, സാവൂൾ തന്റെ സൈന്യാധിപനും നേറിന്റെ മകനുമായ അബ്നേറിനോടൊത്ത് കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടെത്തി. സാവൂൾ കൂടാരത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു. പട്ടാളക്കാർ അവന് ചുറ്റും പാളയമടിച്ചിരുന്നു. സാവൂള് കൂടാരത്തിന്റെ ഉള്ളിൽ കിടക്കുകയാ, ചുറ്റും പടയാളികൾ പാളയമടിച്ചു കിടക്കുകയാ. ഇവിടെ പറയുന്നു, സാവൂളിന്റെ തലക്കൽ സാവൂൾ ഉപയോഗിക്കുന്ന കുന്തം കുത്തി നാട്ടി നിർത്തിയിരുന്നു. തൊട്ടടുത്ത് ഒരു കൂജയിൽ വെള്ളമൊക്കെ കൂജയും ഇരിപ്പുണ്ടായിരുന്നു. ദാവീദ് ഹിത്യനായ അബീമേലെക്കിനോടും സെരിയായുടെ മകനും യോനാബിന്റെ സഹോദരനുമായ അബീശായോട് ചോദിച്ചു, സാവൂളിന്റെ പാളയത്തിലേക്ക് എന്നോടുകൂടെ നിങ്ങളിൽ ആര് പോരും? അബീശായി പറഞ്ഞു, ഞാൻ പോരാം. ദാവീദ് ചോദിക്കുക, എന്നോട് കൂടെ സാവൂളിന്റെ പാളയത്തിലേക്ക് പോരുവാനായിട്ട് ആരുണ്ട്? അബീശായി പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ വരാം. അബീശായി പറയാ, തൻ്റെ ഇടമായിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ വരാം. അങ്ങനെ അബീശായി ദാവീദിന്റെ ഒപ്പം പോവുകയാണ്. രാത്രിയിൽ സൈന്യത്തിന്റെ അടുത്തെത്തി. സാവൂൾ തന്റെ കുന്തം തലക്കൽ കുത്തി നിർത്തിയിട്ട് കൂടാരത്തിൽ കിടക്കുകയായിരുന്നു. അബ്നേറും പടയാളികളും ചുറ്റും കിടന്നിരുന്നു. അബീശായി ദാവീദിനോട് പറഞ്ഞു,
നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് ഒറ്റ കുത്തിന് നിലത്ത് തറയ്ക്കാം, രണ്ടാമതൊന്നുകൂടി വേണ്ടിവരില്ല. നോക്കൂ, അബീഷായി പറയുക ദാവീദിനോട്, ഇതാ നിന്റെ ശത്രു കിടക്കുന്നു, ഇതുപോലെ ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഈ കുന്തം കൊണ്ട് ഒറ്റ കുത്തിന് ഞാനിവനെ ഈ ഭൂമിയോട് തറയ്ക്കാം, മറ്റൊരു കുന്തം വേണ്ടി വരത്തില്ല. അപ്പോൾ ദാവീദ് പറഞ്ഞ വാക്കുകളാണ്. ഒരിക്കലും ഈ വാക്കുകൾ നമ്മൾ മറന്നു പോകരുത്. ദാവീദ് അബീഷായോട് പറഞ്ഞു, അവനെ കൊല്ലരുത്. കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും? കർത്താവാണെ അവിടുന്ന് അവനെ ശിക്ഷിച്ചുകൊള്ളും. യഥാകാലം അവൻ മരിക്കുകയോ യുദ്ധത്തിൽ വധിക്കപ്പെടുകയോ ചെയ്യും. കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കുന്നതെന്ന് അവിടുന്ന് തന്നെ തടയട്ടെ. അപ്പോൾ അവൻ്റെ തലയ്ക്കുള്ള കുന്തവും കുജയും എടുത്തുകൊണ്ട് നമുക്ക് പോകാം. സാവൂളിൻ്റെ തലയ്ക്കുന്ന കുന്തവും കുജയും എടുത്ത് അവർ പോയി. ആരും കണ്ടില്ല, അറിഞ്ഞുമില്ല, ആരും ഉണർന്നുമില്ല. കർത്താവ് അവരെ ഗാഢനിദ്രയിൽ ആക്കിയിരുന്നു. ദാവീദ് പറയുക, എൻ്റെ അഭിഷിക്തന്റെ നേരെ ഞാൻ കരമുയർത്തത്തില്ല, കാരണം സാവൂളിനെ അഭിഷേകം ചെയ്തത് ദൈവമാ. ദാവീദിനെ അഭിഷേകം ചെയ്തതും ദൈവമാണ്. ശൗൽ പറയുക, കർത്താവിൻ്റെ അഭിഷിക്തന് നേരെ ഞാൻ കരമുയർത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവനെ കർത്താവ് ശിക്ഷിക്കുകയോ വധിക്കുകയോ ഒന്നും ചെയ്യട്ടെ, പക്ഷെ ഞാൻ അത് ചെയ്യത്തില്ലെന്നാണ് ദാവീദ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിയും തീരുമാനിക്കണം, കർത്താവിൻ്റെ അഭിഷിക്തരെ കുറ്റം വിധിക്കുക, വിമർശിക്കുക, ആക്ഷേപിക്കുക, സഭയ്ക്കെതിരെ പറയുക, പിതാക്കന്മാരെ അപമാനിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ നാവ് കൊണ്ട് ഒരു വാക്ക് പോലും കർത്താവിൻ്റെ അഭിഷിക്തരെ ആക്ഷേപിക്കുന്ന തരത്തിൽ പുറത്തു പോകുവാനായിട്ട് പാടില്ല. അതേ അധ്യായം 1 സാമുവേൽ 26-23 വചനം പറയുന്നു, പിന്നീട് ദാവീദും അബീഷായും അവിടുന്ന് പോയി, എന്നിട്ട് പോയിട്ട് ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട്. ദാവീദ് വിളിക്കുമ്പോൾ സാവൂൾ ഉണർന്നു. അവിടെ വിളിച്ചു പറയുകയാണ് ദാവീദ്, ഓരോരുത്തരും അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. ഇന്ന് കർത്താവ് അങ്ങയെ എൻ്റെ കയ്യിലേൽപ്പിച്ചു, എന്നാൽ അവിടുത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. ദാവീദ് വിളിച്ചു പറയുക സൗലിനോട്, അങ്ങയെ കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു, പക്ഷേ അങ്ങേക്കെതിരെ, എൻ്റെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തത്തില്ല. ദൈവത്തിന്റെ ജനമേ, സഭയുടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ സഭയ്ക്കെതിരെ, പിതാക്കന്മാർക്കെതിരെ കരമുയർത്തരുത്. അവരെ വിമർശിക്കുന്നത്, ആക്ഷേപിക്കുന്നത്, കരിവാരി തേക്കുന്നത് അവസാനിപ്പിക്കണം. ഇടയൻ വീഴുമ്പോൾ ആർത്തലച്ചു ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ ദൈവജനത്തിനു കഴിയണം. ഹല്ലേലൂയ. ഇടയൻ വീഴുമ്പോൾ അത് ആഘോഷമാക്കുന്ന ഒരുപറ്റം വിശ്വാസികൾ ഇന്നു സഭയിലുണ്ട്. ഞാൻ പറയും, അവരൊക്കെ ഒറ്റുകാരാ. ഹല്ലേലൂയ. ഇനി ഈ സാവൂള് എങ്ങനെ മരിച്ചത്? പിന്നീട് യുദ്ധത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2 സാമുവേൽ 1-21 ഗിൽബോവ പർവ്വത നിരയിൽ വെച്ചാണ് മരിക്കുന്നത്. ഗിൽബോവ പർവ്വതത്തിന് അവിടെ ദാവീദിൽ നിന്ന് ഒരു ശാപം വീണ്ടുണ്ട് ആ ഭാഗമായത്. ഗിൽബോവ പർവ്വതങ്ങളെ, ഞങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ, ഞങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാകട്ടെ. എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്, അവിടെയല്ലോ സാവൂളിന്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. അതായത് ഗിൽബോവ, ആ മരുപ്രദേശ മലയുടെ ഭാഗം യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് കണ്ടപ്പോൾ സാവൂൾ പറഞ്ഞു, ഈ കുന്തം കൊണ്ട് എന്നെ കൊല്ലുക. കൂടെയുള്ളവർ തയ്യാറായില്ല. കുന്തം നാട്ടു നിർത്തിയിട്ട് സാവൂൾ വാളിന് മേൽ വീണ് മരിച്ചു. അതാ പറയുന്നത്. ദാവീദ് പറയുക, അവിടെയല്ലോ സാവൂളിന്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. അവിടെയാണ്, അവിടെ വെച്ചാണ് സാവൂളിന്റെ കർത്താവിന്റെ അഭിഷിക്തന്റെ വാള് എണ്ണ പുരട്ടാതെ കിടന്നത്. അവിടെ പറഞ്ഞില്ലേ, ഗിൽബോവ പർവ്വതങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ, നിങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാവട്ടെ. അവിടെ ഒരു കൃഷിയില്ല, ഒന്നുമില്ല, വെറും ഉണങ്ങി വരേണ്ട ഒരു ഭൂമിയായിട്ട് ഗിൽബോവ മല എന്നും അവിടെ കിടക്കുകയാണ് ഇസ്രായേലിൽ. ഹല്ലേലൂയ. അവിടെയാണ് കർത്താവിന്റെ അഭിഷിക്തന്റെ
വാളും പരിചയും എണ്ണ പുരട്ടാതെ കിടന്നത് അഭിഷിക്തന്റെ രക്തം വീണമണ്ണാത്. സങ്കീർത്തനം 105:15-16 എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ അപ്പത്തിൻ്റെ താങ്ങ് ഞാൻ തോർക്കും, നാട്ടിൽ ക്ഷാമം അയക്കും. റോമാക്കാർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 1-3 വചനങ്ങൾ. അല്ലയോ മനുഷ്യ, നീ ആരു തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമല്ല. നീ എത്ര മിടുക്കനാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും ഒരാളെ വിമർശിക്കുവാൻ വിധിക്കുവാൻ നിനക്ക് അവകാശമില്ല, അതിന് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. വിധിക്കുന്ന നീയും അതേ കുറ്റം ചെയ്യുന്നു. നീ ചെയ്യുന്ന കുറ്റം മറച്ചു വെച്ചുകൊണ്ട് നീ മറ്റുള്ളവരെ വിധിക്കുകയാണ്. അപ്രകാരം പ്രവർത്തിക്കുന്നതിനുള്ള ശിക്ഷ, ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ നിനക്ക് എങ്ങനെ സാധിക്കും? നീ രഹസ്യമായിട്ട് പാപം ചെയ്യുന്നു, എന്നിട്ട് മറ്റുള്ളവരെ വിധിക്കാൻ നിനക്കെന്താ അവകാശം? കർത്താവിൻ്റെ അഭിഷിക്തനെ വിധിക്കുവാൻ നിന്നെ ആരാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? കർത്താവിൻ്റെ സഭയെ കരുതക്കുവാൻ നിന്നെ ആരാ ചുമതലപ്പെടുത്തിയത്? സിസ്റ്റേഴ്സിനെ മോശമാക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ആത്മായരായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണമെങ്കിൽ ആ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തതാണ്. നമ്മൾ കാണുന്നില്ലേ, ചില സമയങ്ങളിൽ വഴിവക്കിലൊക്കെ ഒന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന പെന്തക്കോസ്ത് പാസ്റ്റർമാർ ഇങ്ങനെ മൈക്കും കൊളാമ്പിയൊക്കെ വെച്ച് നമുക്കൊക്കെ പുച്ഛോ അവരെ കാണുമ്പോൾ. പക്ഷെ ഓർത്തോ, അവരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടാണ് അവരെ പരസ്യമായിട്ടൊന്ന് വചനം പറയുന്നത്. മുട്ടിടിക്കാതെ അവർ വചനം പറയുന്നു. ഹല്ലേലൂയ. നമുക്കവരെയൊക്കെ പുച്ഛമാണ് കേട്ടോ, പുച്ഛിക്കാൻ പാടില്ല. ആരെയും വിമർശിക്കാൻ, വിധിക്കുവാൻ, പുച്ഛിക്കുവാൻ നമുക്ക് അവകാശമില്ല. അത് ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരെ മാനിക്കണം. നീ ചില ആളുകളുണ്ട്, ജീവിതകാലം മുഴുവൻ സഭയെ സ്നേഹിക്കാനോ വൈദികരെ സ്നേഹിക്കാനോ ഒന്നിനും അവർ തരണം. വായെടുത്താൽ വൈദികരെ, സഭയെ വിമർശിക്കും, ചീത്ത വിളിക്കും. ഇതൊക്കെയാണ്. അങ്ങനെ ജീവിച്ച അപ്പൻ ഇതാ 70-ാമത്തെ വയസ്സിൽ മരിച്ചു. ജീവിച്ചിരുന്ന ആളിൽ വൈദികരെ സ്നേഹിച്ചിട്ടില്ല, സഭയെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല, കുമ്പസാരമില്ല, കൂതാശയില്ല. ഇങ്ങനെ ജീവിച്ച അപ്പനാ. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മക്കൾ വന്നിട്ട് പറയും, അച്ഛാ അപ്പൻ മരിച്ചു. അച്ഛനെ കുഴിച്ചിടാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ, അച്ഛൻ്റെ ജോലിയാണല്ലോ ശവം കുഴിച്ചിടുക എന്നുള്ളത്. പാവം അച്ഛൻ്റെ കഷ്ടപ്പാട്. ജീവിച്ചിരുന്ന ആളിൽ അച്ഛന് വേണ്ടി ഒരു നന്മ നിറഞ്ഞ ഒരു ചെല്ലാത്ത പാർട്ടിയാണിത്. മക്കൾ വന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ശവടക്ക് നടത്തിയേക്കുള്ളൂ. ശവടക്കിന് തീരുമാനമൊക്കെ ആയി, സമയമൊക്കെ തീരുമാനിച്ചു. ശവടക്കിന് അച്ഛൻ വേണം, വേണ്ടേ? കുഴി വെഞ്ചരിക്കാൻ അച്ഛൻ വേണം. കുഴി വെച്ച് എല്ലാ കർമ്മങ്ങളും തീരുന്നില്ല. 7 വെക്കാനായിട്ട് വികാരി അച്ഛൻ വേണം. 41-നും 1-ാം ചരമവാർഷികത്തിനും വികാരി അച്ഛൻ വേണം. അപ്പൊ ഒരു കത്തോലിക്കനെ സ്വർഗത്തിൽ കയറ്റിവിടാനായിട്ട് ഒരു വൈദികനില്ലാതെ പറ്റത്തില്ല. എനിക്കും നിങ്ങൾക്കും മാമോദീസായിലൂടെയാ നമ്മുടെ സഭയിലാവുന്നു. ദേവാലയത്തിലേക്ക് കുഞ്ഞാരിക്ക് നമ്മളെ കൊണ്ടുവന്നില്ലേ, അന്നേരം മുതൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൈദികനുണ്ട്, വൈദികൻ്റെ സാന്നിധ്യമുണ്ട്. മരിച്ച് അടക്കുന്നവർ എന്തൊരു ഭാഗ്യമെന്ന് നോക്കിയേ. മരണക്കിടക്കൽ കിടക്കുമ്പോൾ രോഗിയിലേവനെ ശുശ്രൂഷയൊക്കെ സ്വീകരിച്ച് നല്ല മരണം കിട്ടുക എന്നൊക്കെ പറയുന്നത്. ജീവിച്ച നാളിൽ ജീവിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് വൈദികരെയും സിസ്റ്റേഴ്സിനെയും സഭയെ ഒന്ന് സ്നേഹിക്കുക. ഹല്ലേലൂയ. സ്നേഹിക്കാത്തവരും വിമർശിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഇനിയെങ്കിലും ഒന്ന് സ്നേഹിച്ച് തുടങ്ങണം നിങ്ങൾ. ഹല്ലേലൂയ. 1-ാം ചരമവാർഷികത്തിന് കുർബാന ചെല്ലാൻ അച്ഛൻ വേണ്ടേ? 41 വെക്കാൻ അച്ഛൻ വേണ്ടേ? വേണം. ഈ 41 വെക്കുന്ന അച്ഛൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അച്ഛന്മാരെ സഭയെ നല്ലത് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട് കേട്ടോ. ഞാൻ പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. അപ്പം നമുക്ക് വൈദികരെ സ്നേഹിക്കാം, സഭയെ സ്നേഹിക്കാം, പിതാക്കന്മാരെ സ്നേഹിക്കാം. എവിടെങ്കിലും ഒരു കുറവ് നമ്മൾ കണ്ടാൽ
നമുക്ക് മുട്ടുമടക്കി കർത്താവിനെ കരഞ്ഞു പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളുടെ അഭിഷിക്തരെ നീ സംരക്ഷിക്കണം, അവർക്ക് ശക്തിയും ബലം കൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് ആത്മാവിൻ്റെ ശക്തി പകരും. അവർ കരുത്തരും ബലമുള്ളവരുമായിട്ട് മാറും. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാ മോശ. മോശ വിവാഹം കഴിച്ച വ്യക്തിയാണ്. മോശയുടെ ഭാര്യയുടെ പേര് സിപ്പോറ. വിവാഹം കഴിക്കുന്ന അത്ര മോശ കാര്യമല്ല. വിവാഹം കഴിച്ചവർ മോശക്കാരാണെന്ന് ചിന്തിക്കണ്ട. അത് കർത്താവ് സ്ഥാപിച്ചൊരു കൂദാശയാണ് വിവാഹം എന്ന കൂദാശ. അപ്പോൾ ദൈവം മോശയെ തെരഞ്ഞെടുത്തു. മോശ വിവാഹിതനായിരുന്നു. യേശു പത്രോസിനെ തെരഞ്ഞെടുത്തു. വചനം പറയുന്നുണ്ട് പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനിയായിരുന്നു. പത്രോസും വിവാഹം കഴിച്ച ആളാണ്. അവൾ സഭയുടെ തലവനായിട്ട് യേശു തെരഞ്ഞെടുത്ത പത്രോസും വിവാഹം കഴിച്ച വ്യക്തി തന്നെയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വിവാഹിതർക്ക് വലിയ ഒരു ദൗത്യമുണ്ട് സഭയില്. സഭയെ പണിതുയർത്താനുള്ള വലിയ ഒരു ദൗത്യം വിശ്വാസ സമൂഹത്തിനുണ്ട്. അത് വിവാഹം കഴിച്ച ഓരോ വ്യക്തികളും ഏറ്റെടുക്കണം. സഭയെ പണിതുയർത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് എൻ്റെ 31ാമത്തെ വർഷമാണിത്. 31ാമത്തെ വർഷം. ഞാൻ വിവാഹം കഴിച്ച വ്യക്തിയാണ്. എനിക്ക് 5 മക്കളുണ്ട്, 3 ആണും 2 പെൺകുട്ടികളും. അനേകം നൂറുകണക്കിന് വിശുദ്ധരായ വൈദികരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എത്ര വിശുദ്ധരാ! വിശ്വാസികൾക്ക് വേണ്ടി അവർ ജീവിതം കൊടുക്കുക, ദൈവജനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചു. അങ്ങനെ ജീവിതം കൊടുത്ത് വൃദ്ധമന്ദിരങ്ങളിൽ പ്രായമായിട്ട് കഴിയുന്ന എത്രയോ വൈദികരുണ്ടെന്നറിയാമോ? നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കാറുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ അതൊന്നും ചെയ്യാറില്ല. ദൈവജനത്തിനു വേണ്ടി പുരോഹിതൻ ചെയ്ത ശുശ്രൂഷകൾ, അങ്ങനെ അനേക ദേവാലയങ്ങളിലൊക്കെ അവർ ശുശ്രൂഷ ചെയ്ത് പ്രായമായി വൃദ്ധരായി ഇന്ന് വൃദ്ധമന്ദിരങ്ങളിൽ കഴിയുകയാണ്. മറക്കരുത്, കർത്താവിൻ്റെ അഭിഷിക്തനെ നീ മറന്നു പോകരുത്. ഇന്ന് കേരള സഭയിൽ നിന്നാണ് ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് സുവിശേഷ വേലക്കാരെ അയക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സഭയെ തകർക്കുവാൻ, കേരള സഭയെ തകർക്കുവാൻ പിശാച് അതിശക്തമായിട്ട് പ്രവർത്തിക്കുക. പക്ഷേ സഭയെ തകർക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സഹനങ്ങളെ നമ്മൾ മറികടക്കും. ഈ സഹനങ്ങളെ നമ്മൾ പരാജയപ്പെടുത്തും. നമ്മൾ ഈ മണ്ണിൽ വിജയക്കൊടി നാട്ടും. യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ്റെ സഭ, ആ സഭയിൽ നമ്മൾ ധീരരായിട്ട് ഇവിടെ ഉണ്ടായിരിക്കും.